ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പുതിയ നിയമ വേദപുസ്തകത്തിൽ അപ്പോസ്തലനായ പൗലോസ്ലീഹ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ലെങ്കിലും അത് ആവശ്യമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എല്ലാവരും മറ്റുള്ളവരിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് പ്രശംസ. അപ്പോസ്തലനായ പൗലോസ്ലീഹ വീണ്ടും 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൽ 13-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അളവിനപ്പുറം പ്രശംസിക്കരുത്, ഒരു പരിധി വിട്ട് പ്രശംസ പാടില്ല എന്നുകൂടി ഇവിടെ വിശുദ്ധനായ ശ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അർഹരായവരെ പ്രശംസിക്കണമെന്നാണ് ശ്ലീഹ പറഞ്ഞു വയ്ക്കുന്നത്. എന്നാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ അസംബന്ധം എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ നമ്മെ തള്ളിപ്പറയുകയും ജീവിച്ചിരിക്കുമ്പോൾ നിസ്സാരവൽക്കരിക്കുകയും ചെയ്തവർ മരണാനന്തരം നമ്മെ വാഴ്ത്തി പാടാൻ തിടുക്കം കാട്ടുന്നതാണ്. ഈ വിരോധാഭാസം മനുഷ്യ സമൂഹത്തിൽ എക്കാലവും കണ്ടുവരുന്ന ഒന്നാണ്. ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ കഴിവുകളെ, നേട്ടങ്ങളെ അവഗണിക്കുന്നു, തെറ്റുകൾ പെരുപ്പിച്ച് കാട്ടി കുറവുകൾ ഉയർത്തി കാട്ടും. വ്യക്തിപരമായ ശത്രുത അല്ലെങ്കിൽ ഈഗോയുടെ പേരിലായിരിക്കും ഈ തള്ളിപ്പറയലുകൾ നടത്തുന്നത്. അസൂയ മറ്റൊരു കാരണമാകാനും സാധ്യതയുണ്ട്. കഷണ്ടിക്ക് മരുന്ന് കണ്ടുപിടിച്ചതായി അവകാശപ്പെടുമ്പോഴും അസൂയയ്ക്ക് നാളിതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്നതും ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നത് നല്ലതാണ്. ഭാഗ്യവശാൽ ഒരു വ്യക്തി മരിച്ചു കഴിയുമ്പോൾ സാഹചര്യം മാറുന്നതായിട്ടാണ് അനുഭവങ്ങൾ പഠിപ്പിക്കുന്നത്. മരണാനന്തരം വിശുദ്ധിയുടെ പരിവേഷമാണ് ലഭിക്കുന്നത്. അപ്പോൾ മരിച്ചവരുടെ കുറവുകൾ വിസ്മരിച്ച് നല്ല വശങ്ങളും നേട്ടങ്ങളും പറയാൻ ആരംഭിക്കുകയാണ്. ജീവിച്ചിരിക്കുമ്പോൾ ആ മനുഷ്യനെ പുച്ഛിച്ചവർ, അവഗണിച്ചവർ, അവഹേളിച്ചവർ മരണാനന്തരം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ്കരാകാൻ തയ്യാറാകുന്ന കാഴ്ചയാണ് പതിവായി കണ്ടുവരുന്നത്. അനുസ്മരണ പ്രസംഗത്തിലും ചരമക്കുറിപ്പിലും ജീവിച്ചിരിക്കുമ്പോൾ കേൾക്കാൻ ആഗ്രഹിച്ച പ്രശംസകൾ വാരിക്കോരി നൽകുകയാണ്. അപ്പോൾ ഈ പ്രവണതയുടെ പേരാണ് മനുഷ്യൻ്റെ ഇരട്ടത്താപ്പ് നയം. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ വിമർശന ശരത്താൽ കൊല്ലാക്കൊല ചെയ്യുക, മരണാനന്തരം വാഴ്ത്തുക, ഈ സ്വഭാവം മനുഷ്യ സ്വഭാവത്തിൻ്റെ പൊള്ളത്തരമാണ് തുറന്ന് കാട്ടുന്നത്. ലോക പ്രശംസ എന്ന് പറയുന്നത് വളരെ വൈകി എത്തുന്ന ഒന്നാണ്. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ നമ്മെ മനസ്സിലാക്കുന്ന ചുരുക്കം ചിലരുടെ സ്നേഹത്തിലും പിന്തുണയിലും സന്തോഷം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ സ്വസ്ഥത കൈവരിക്കാം, ജീവിതത്തിൽ സമാധാനം കൈവരിക്കുവാൻ നമുക്ക് സാധ്യമാകും. അപ്പോസ്തലനായ പൗലോസ്ലീഹ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൽ 17-ാമത്തെ വാക്യത്തിൽ പ്രബോധിപ്പിക്കുന്നത് പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്നാണ്. അതിൻ്റെ അർത്ഥം ആത്മവിശ്വാസം നമുക്ക് ആവശ്യമാണ്, അനിവാര്യമാണ്. ആത്മപ്രശംസ ആപൽക്കരമാണെന്ന് വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൽ 17-ാമത്തെ വാക്യം വളരെ ശ്രദ്ധേയമാണ്. പ്രശംസിക്കുന്നവൻ
കർത്താവിൽ പ്രശംസിക്കുക. അപ്പം നമ്മുടെ ജീവിതകാലത്ത് നമുക്ക് ലഭിക്കാത്ത അംഗീകാരം മരണശേഷം ലഭിച്ചിട്ട് എന്ത് പ്രയോജനം എന്നതാണ് ചിന്തിക്കേണ്ട ഒരു വലിയ വിഷയമായിട്ട് മാറിയിരിക്കുന്നത്. അപ്പം മരണാനന്തരം വാഴ്ത്തലും പുകഴ്ത്തലുമൊക്കെ നമ്മൾ നടത്തുമ്പോൾ അതിനേക്കാൾ ഉപരിയായി മനുഷ്യ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നത് ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കുക, ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവരെ ബഹുമാനിക്കുക, ആദരിക്കുക. അപ്പോസ്തലനായ പൗലോസ്ലീഹ അതിന് ഒരു ഉപാധി നമുക്ക് തിരുവചനത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിലൂടെ പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങൾ ഓരോരുത്തരും മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായിട്ട് കരുതിക്കൊള്ളുക. നിങ്ങൾ ഓരോരുത്തരും മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതിക്കൊള്ളുക. അങ്ങനെ കരുതുവാൻ നമുക്ക് സാധ്യമായാൽ ജീവിച്ചിരിക്കുമ്പോൾ പരസ്പര സ്നേഹത്തിലും പരസ്പര ബഹുമാനത്തിലും ആദരവ് കൊടുക്കേണ്ടവരെ ജീവിച്ചിരിക്കുമ്പോൾ ആദരിച്ചുമൊക്കെ സ്നേഹം പങ്കുവെച്ച് നിസ്വാർത്ഥമായി ജീവിക്കുവാൻ നമുക്ക് സാധ്യമാകുമെന്ന് അപ്പോസ്തലനായ പൗലോസ്ലീഹ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിലൂടെ, 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിലൂടെ അതിശക്തമായ ഭാഷയിൽ നമ്മെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ലെങ്കിലും അതാവശ്യമാണെന്ന് പൗലോസ്ലീഹ പറഞ്ഞു വയ്ക്കുമ്പോൾ അളവിനപ്പുറം പരിധി വിട്ട് പ്രശംസിക്കുന്നത് അപഹാസ്യമാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.